ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു സീന ജോഷി വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗ് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ വ്ളോഗ് ചെയ്യുന്നതിൻ്റെ കാര്യം. ഞാൻ കുറേ നാൾക്ക് ശേഷം എൻ്റെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന, ഞാൻ കളിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിൽ കുറേ നാളുകളായി നമുക്ക് ഇവിടെ നമ്മുടെ സ്വന്തം എന്ന് പറയുന്ന നമ്മുടെ ഒരു ദേവിയുണ്ട്, നമ്മുടെ തെങ്ങുംവിള ക്ഷേത്രത്തിലെ ദേവി. അപ്പോൾ ദേവിയെ കാണാനായിട്ട് ഞാൻ ലാസ്റ്റ് വന്നത് ഫെബ്രുവരിയിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇന്നിപ്പോൾ ഓഗസ്റ്റ് 9. അപ്പോൾ ഇന്നാണ് ഞാൻ തെങ്ങുംവിളയിൽ കുറേ മാസങ്ങൾക്ക് ശേഷം വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം എനിക്ക് എന്തായാലും ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വരാനും വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം കർക്കിടക മാസത്തിൽ ഇവിടെ ശ്രീരാമ പൂജയും അതിന് സ്പെഷ്യൽ കുറച്ച് പ്രഭാഷണവും അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ അമ്പലത്തിൽ എല്ലാ വർഷവും ഉണ്ട്. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ടാണുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാനും നിങ്ങളെ കാണിച്ചു തരാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ എൻ്റെ നാട്ടിൻ്റെ ഈ ഒരു പ്രകൃതി ഭംഗിയും എല്ലാം നിങ്ങളെ കാണിച്ചു തരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നാണ് അതിന് പറ്റിയൊരു ദിവസം വന്നത്. അപ്പോൾ ഞാൻ ഇതുവരെയുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ വെച്ചാണ്. അവിടെയാണ് ഞങ്ങളിപ്പോൾ വീട് വെച്ച് സെറ്റിലായത്. ഇതാണ് എൻ്റെ നാട്, ചിറയൻകീഴിലെ മുടവരം എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മുടപുരത്തെ തെങ്ങുംവിള വയൽ. അപ്പോൾ ഈ വയൽ തെങ്ങുംവിള വയൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ വയൽ നികത്തി കെട്ടിടങ്ങളൊക്കെ വെക്കുന്നെങ്കിലും ഞാൻ കുട്ടിക്കാലത്ത് എനിക്ക് ഓർമ്മയുള്ള സമയം തൊട്ടേ ഞാൻ കാണുമ്പോൾ നമ്മുടെ വയൽ ഇതുപോലെയാണ്. ഇതുവരെയും ആരും നമ്മുടെ വയൽ നശിപ്പിക്കാനായിട്ട് വന്നിട്ടില്ല. പിന്നെ വന്നൊരു മാറ്റം എന്ന് പറയുന്നത്, ഇവിടെ പണ്ടൊരു ഇടവഴിയായിരുന്നു, ചെറിയൊരു നടപ്പാത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു റോഡ് വന്നു. കാര്യം വണ്ടികളൊക്കെ വരുന്ന അമ്പലത്തിലേക്ക് ആൾക്കാരൊക്കെ വരാനുള്ള സൗകര്യത്തിനായിട്ട് നമ്മുടെ അമ്പലത്തിൽ പോകാനായിട്ട് വേണ്ടിയിട്ടുള്ളൊരു റോഡാണ്. ഇപ്പോൾ ഒരുപാട് വീടുകളൊക്കെ വന്ന് വീട്ടുകാർക്കും എല്ലാവർക്കും ഉപയോഗിക്കാനുള്ള ഒരു റോഡ് തന്നെയാണ്. പണ്ട് നമ്മൾ വയലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിങ്ങനെ നടന്നാണ് അമ്പലത്തിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോൾ 2 വീലർ ആയതിനു ശേഷം പിന്നെ ആർക്കും സമയവും ഇല്ല. അതുകൊണ്ട് എല്ലാവരും ഇപ്പോൾ 2 വീലറിലാണ് പോണത്. എന്നാലും നടന്നു പോണവരും ഉണ്ട്. ഞാനും സമയമുണ്ടെങ്കിൽ നടന്നു തന്നെ പോവും. ചുറ്റും വയലും ഒരുപാട് തെങ്ങുകളും തെങ്ങും തോപ്പുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ ക്ഷേത്രത്തിന് തെങ്ങുംവിള എന്ന് പേര് വന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ്, എൻ്റെ തെങ്ങുംവിള ക്ഷേത്രം. എന്നല്ല, നമ്മുടെ മുടവരത്തുകാരുടെ ഒരു വികാരം തന്നെയാണ് തെങ്ങുംവിള ക്ഷേത്രം. അപ്പോൾ ഇത് കണ്ട കുറേ ആനിൻ്റെ ചോട്ടിലിരിക്കുന്ന കുറേ അമ്മമാരൊക്കെ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞാൻ താമസിക്കുന്ന നാട്ടിലൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഇന്നലെ കുറേ നാളുകൾക്ക് ശേഷം ഞാനത് നന്നായിട്ട് ഫീൽ ചെയ്തു. നമ്മൾ വന്ന സമയത്ത് കർക്കിടക മാസം ആയതുകൊണ്ട് രാമായണ പാരായണം നടക്കേണ്ട, ശ്രീരാമന്റെ സ്പെഷ്യൽ പൂജകളുണ്ട് ഇവിടെ. ഇപ്പോൾ ഓഡിയൻസ് കുറവാണെങ്കിലും ദീപാരാധന കഴിയുമ്പോൾ ഇവിടെ ഫുള്ളാവും. അപ്പോൾ ദീപാരാധനയ്ക്ക് മുന്നെയാണ് രാമായണ പാരായണം നടക്കുന്നത്. ദീപാരാധന കഴിഞ്ഞിട്ട് പ്രഭാഷണം, പിന്നെ അത്താഴ പൂജ കഴിഞ്ഞ് എല്ലാ ഭക്തർക്കും ഔഷധ കഞ്ഞിയും കൊടുക്കുന്നതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ ശ്രീരാമ പൂജയും പിന്നെ മണ്ഡലകാലമാകുമ്പോൾ വൃശ്ചിക മാസത്തിൽ 41 ദിവസം സ്പെഷ്യൽ വിളക്കും, നവരാത്രി 9 ദിവസം സരസ്വതി പൂജയും, പിന്നെ കുംഭമാസത്തിലാണ് ഇവിടുത്തെ ഭരണി അതായത് ഉത്സവം വരുന്നത്. അപ്പോൾ അതും ഇവിടെ ഭയങ്കര ആഡംബരമായിട്ട് തന്നെ ആഘോഷിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ പറയേണ്ട ഈ നാട്ടുകാർക്കാണ്, ഞാനുൾപ്പെടെ. നമ്മുടെ മുടവരത്തുകാരുടെ ഒരു വികാരമാണ് തെങ്ങുംവിള ക്ഷേത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് തെങ്ങുംവിളയിലെ ഏത് ഹിന്ദു മത ആചാരപ്രകാരമുള്ള എന്ത് ഒരു സ്പെഷ്യൽ ദിവസം വന്നാലും അതിവിടെ ആഘോഷിക്കാറുണ്ട്. അത് പുതിയ വളർന്നു വരുന്ന തലമുറകൾക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാനും ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് നമ്മുടെ തെങ്ങുംവിള ക്ഷേത്രം. എൻ്റെ കുട്ടിക്കാലത്തൊന്നും ഇങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. നമുക്ക് വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഉത്സവം മാത്രമായിരുന്നു നമ്മുടെ ആഘോഷം. പക്ഷേ ഇപ്പോൾ ഒരു 10 വർഷമായിട്ടാണ് തെങ്ങുംവിളയിൽ ഇങ്ങനെ എല്ലാ സ്പെഷ്യൽ പൂജകളും എല്ലാം നടത്തി പോകുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഉള്ള കുട്ടികൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരം കൂടിയാണ് തെങ്ങുംവിള ക്ഷേത്രം എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാവരും മാക്സിമം പ്രയോജനപ്പെടുത്തണം. ഒരു 15 വർഷത്തിന് മുമ്പ് നമ്മുടെ അമ്പലം വെറും ഒരു അമ്പലവും ഒരു സ്റ്റേജും മാത്രമായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും പുരോഗമനം നമ്മുടെ ഈ അമ്പലത്തിലുണ്ടായത്. അതിനുശേഷം സദ്യാലയം വന്നു, ഓഡിറ്റോറിയം വന്നു, വേറൊരു ഓഡിറ്റോറിയം പ്രൈവറ്റ്, അത് അമ്പലം വകയല്ല. അതും എന്നാലും ഇവിടെ വരുന്നവർക്ക് കല്യാണം എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമാണല്ലോ.
പിന്നെ അങ്ങനെ ഭക്തർക്ക് ഇവിടെ വരുന്ന ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മുടെ അമ്പലത്തിന് ഇപ്പോൾ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് ഇവിടുത്തെ ദേവിയുടെ ഒരു ശക്തിയായിട്ടാണ്, ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. ഞാനെപ്പോഴും വിശ്വസിക്കുന്നത് നമ്മുടെ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്ക് നല്ല ശക്തിയാണെങ്കിൽ അത് അമ്പലവും പുരോഗമിക്കും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിനും അതിൻ്റേതായ പുരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണ്ടത്തെ മുടവരമൊന്നും അല്ല ഇപ്പോഴത്തെ മുടവരം. അതുപോലെ അത് തെങ്ങുമല ക്ഷേത്രത്തിലെ തെങ്ങുമല ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്. ഞാനിനി ക്ഷേത്രത്തിനെ കുറിച്ച് പുകഴ്ത്തി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ദീപാരാധന സമയമായിട്ടുണ്ട്. ദീപാരാധനയ്ക്കും അത്യാവശ്യം തിരക്കുണ്ട്. ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഇനി പ്രഭാഷണം തുടങ്ങുന്നത്. അപ്പോൾ പ്രഭാഷണം നടക്കുകയാണ്. പ്രഭാഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രാമായണത്തിൻ്റെ കഥയാണ് പറയുന്നത്. അതായത് രാമായണം വായിക്കുന്നുണ്ടെങ്കിലും പാരായണം നടത്തുന്നുണ്ടെങ്കിലും അത് കേൾക്കുന്നവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകാറില്ല. ഞാനും 2 വർഷമായിട്ട് രാമായണം വായിക്കുന്നുണ്ട്. എനിക്കും ഒരു വരിയുടെ പോലും അർത്ഥം ഇതുവരെ വായിച്ച ഒരു സമയത്ത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അതിൻ്റെ കഥ ആ ഒരു ബുക്കിൽ തന്നെ, രാമായണത്തിൽ തന്നെ അതിൻ്റെ വല സൈഡിലായിട്ട് കഥ മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ അത്രയും വായിക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതുപോലെ പ്രഭാഷണമൊക്കെ കേൾക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത ഭാഗങ്ങളിലെ കഥയൊക്കെ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. അതും ഈ നാട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണല്ലോ. അപ്പോൾ അതും കേൾക്കാനായിട്ട് ഒരുപാട് പേര് അമ്മാമ്മമാരും അപ്പൂപ്പന്മാരൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പോൾ ഒരു 7 മണി കഴിഞ്ഞ് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി 8 മണിക്കുള്ള അത്താഴപൂജ കഴിഞ്ഞ് 8:30ക്കാണ് ഔഷധക്കഞ്ഞി കൊടുക്കുന്നത്. ഔഷധക്കഞ്ഞി ഒരു ദിവസമെങ്കിലും ഒന്ന് കഴിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പക്ഷേ ഇത്രയും ലേറ്റ് ആവുന്നതുകൊണ്ട് കഴിക്കുന്നില്ല. ഞാനും മക്കളും ഇനി ഈ രാത്രി ഒറ്റയ്ക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ തെങ്ങുമല ക്ഷേത്രവും എൻ്റെ നാടും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുമായിട്ട് അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വരാം. എല്ലാവർക്കും ബൈ.